കോഴിക്കോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി എന്നുള്ളതാണ്. ആകെ എരിപൊരി ജഗപുകയായിരുന്നു. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താലിനുള്ള ആഹ്വാനം. സ്വകാര്യ ബസ് ഉടമകൾ പറയുകയാണ് ഞങ്ങൾ സഹകരിക്കാം, പക്ഷേ വ്യാപാരി വ്യവസായികൾ പറയുന്നു നഹി, ഞങ്ങൾ സഹകരിക്കില്ല. അപ്പോൾ സമീർ സി മുഹമ്മദാണുള്ളത്. സമീർ, വെരി 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 ഗുഡ് മോർണിംഗ്. പക്ഷേ കോഴിക്കോട് അത്ര വെരി ഗുഡ് മോർണിംഗ് ആണോ എന്ന് അറിയില്ല. ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു. ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ സഹകരിക്കും, മറുകൂട്ടർ പറയുന്നു നഹി. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂട്ടർ ഈ ഹർത്താലിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുവിഭാഗം അതിനെ അനുകൂലിക്കില്ല, ഒരു വിധത്തിലും ഇന്ന് കടകൾ അടച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഉണ്ടായത്. രാവിലെ 8 മണി മുതലായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ സമയം മുതൽ അതിന്റെ തെരഞ്ഞെടുപ്പ് തീരുന്ന വൈകിട്ട് 4 മണി വരെയും വലിയ സംഘർഷമായിരുന്നു. പോലീസും ഇതിന്റെ ഇടയിൽ പെട്ടിരുന്നുവെങ്കിലും പക്ഷേ അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു UDFന്റെ, കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ CPM പ്രവർത്തകരും തമ്മിലുള്ള വലിയ വാക്കേറ്റവും വലിയ സംഘർഷവും. അതിനൊടുവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. പാൽ, പത്രം, അതുപോലെ തന്നെ ആംബുലൻസ്, ആശുപത്രി യാത്രകൾ, വിവാഹം, അതുപോലെ എയർപോർട്ടിലേക്കുള്ള യാത്ര, ഇത് മാത്രമാണ് ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റെല്ലാവർക്കും ഹർത്താൽ ബാധകമാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനോട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാര വ്യവസായി സമിതിയും ഹർത്താലിനോട് പിന്തുണയ്ക്കില്ല, ഒരു വിധത്തിലും അതിന് അനുകൂലിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും, അതായത് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, നാളെ ഹർത്താൽ ഉണ്ട് എന്നുള്ള കാര്യം, ആ വിധത്തിൽ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളോട് തങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. ഞായറാഴ്ചയാണ്, മാത്രമല്ല ക്രിസ്മസ് ഇങ്ങനെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ ആഘോഷ നാളുകളൊക്കെ നടക്കുമ്പോൾ വലിയ കച്ചവടം നടക്കുന്ന ദിവസമാണ്. പൊടുന്നതിന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾ അത് ഏത് പാർട്ടിയുടേതാണെങ്കിലും അതിനോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വ്യാപാരി വ്യവസായികൾ എത്തിയിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഇതിനോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ വാഹനങ്ങളുടെ ഗ്ലാസുകളോ മറ്റൊക്കെ കല്ലേറിലൊക്കെ തകർന്നു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇതിനോട് അനുകൂലിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഹർത്താലിനോട് അനുകൂലിക്കുന്നു എന്നാണ് സ്വകാര്യ ബസ്സുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊറ്റമ്മൽ ജംഗ്ഷനിലാണ്. ഇവിടെ നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും നിരത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ വണ്ടികളൊക്കെ തന്നെ ഇതിനോടകം തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 6 മണിക്ക് പുറപ്പെടേണ്ട വാഹനങ്ങൾ ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഈ വഴിയൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കടകളൊക്കെ നിലവിൽ തുറന്നു വരുന്ന സമയം ആകുന്നതേ ഉള്ളൂ. ഒരു 8-9 മണിയോട് കൂടി ആയിരിക്കും കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനമുണ്ട്. രാവിലെ 10 മണിയോട് കൂടിയായിരിക്കും ഈ പ്രതിഷേധ പ്രകടനം ആരംഭിക്കുക. അതിനുശേഷം ഒരു പക്ഷേ കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് പോലീസും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും എന്ന കാര്യമാണ് കോഴിക്കോട് സിറ്റി കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസും ഈ കാര്യങ്ങളെ കാണുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. അനിഷ്ട സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ, പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അവിടെ കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. കടക്കാർ പറയുന്നത് ഞങ്ങൾ കടയടയ്ക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും സീനാ മുഹമ്മദ് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുളക് പൊടി വിളിച്ചിട്ട് പോലും എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളത്തിനകത്ത് മുളക് പൊടി കലക്കി കയ്യകലത്ത് വെച്ചിട്ട് ഉറങ്ങുമായിരുന്നു. അതെ, സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് പോലും ഡോറ് തുറന്നില്ല എന്ന് പേടിച്ചിട്ട്. ഈ കുറുവാസംഗം വന്നത് പിന്നെ ഇവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മുടെ മിനുബാബു ചേച്ചിയൊക്കെ എവിടെയാ? അപ്പൊ ഇപ്പൊ നമ്മളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ, ഞാനും പുറകിലാണ്. ഞാൻ വല്ലാതെ തിരിഞ്ഞു നോക്കി, കണ്ടില്ല. ഇവിടെ കുറുവ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന സംഘം, ആൾക്കാരെ പേടിപ്പിക്കില്ല, ശരിക്കും ഉപദ്രവിക്കുന്ന, കയ്യിൽ ആയുധമൊക്കെ സൂക്ഷിക്കുന്ന, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സംഘം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. നമ്മുടെ പോലീസും സംഘാംഗങ്ങളൊക്കെ രാത്രിയൊക്കെ ഇറങ്ങി പരിശോധിക്കുന്നു. പക്ഷേ അവരെ പൂർണ്ണമാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്.